ശത്രു പെട്ടെന്ന് മിത്രമാകുമ്പോഴും മിത്രം പെട്ടെന്ന് ശത്രുവാകുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം വേറൊന്നുമല്ല, മിത്രം പെട്ടെന്ന് ശത്രുവായി കഴിഞ്ഞാൽ മിത്രം നമ്മളെക്കുറിച്ചുള്ള എല്ലാ ന്യൂനതകളെക്കുറിച്ചും ബോധമുള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ന്യൂനതകൾ, നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മളെക്കുറിച്ച് എന്തൊക്കെ അറിയാമോ അതെല്ലാം നമ്മുടെ മിത്രത്തിനറിയായിരിക്കും. മിത്രം പെട്ടെന്ന് ശത്രുവായി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തിരിച്ചടിയായി മാറും. അതേ അവസ്ഥയാണ് ദേവൻ എന്ന് പറയുന്ന നടനിൽ നിന്നും BJPക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ്, എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ദേവൻ കഴിഞ്ഞ 16-ാം തീയതി കണിച്ചുകുളങ്ങരയിൽ ഒരു ക്ഷേത്രത്തിൽ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ദേവൻ BJP വിടുന്നു എന്ന ഒരു പ്രചരണം നൽകിയത്. ഞാൻ BJP വിടുകയാണ്, ഞാൻ ഇന്നു മുതൽ BJP അംഗമേ അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് പോയി TVKയിലേക്ക് കയറി. അപ്പം അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ നിന്ന്, അതായത് കണിച്ചുകുളങ്ങരയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ BJP വിടാനിടയുള്ള കാരണം അല്ലെങ്കിൽ വിടാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് BJP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനങ്ങളിലല്ല ആഗ്രഹം, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതനുസരിച്ച് തനിക്കൊരു പൊസിഷൻ കിട്ടുന്നില്ല, തനിക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് ദേവൻ ഉയർത്തുന്ന ഒരാവശ്യം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ദേവനെ കൊണ്ട് പ്രത്യേകിച്ച് BJPക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് കേരളത്തിലുള്ള ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ദേവൻ ഇരിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ദേവൻ ആ പാർട്ടിക്ക് അത് തുടരുന്നതും കൊണ്ട് പാർട്ടിക്കും മെച്ചമില്ല, ദേവനും മെച്ചമില്ല. കാര്യം ദേവൻ എവിടെയെങ്കിലും മത്സരിച്ചാൽ BJP വോട്ടുകൾ പോലും ദേവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല എന്നുള്ളത് വേറൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേവൻ പോകുന്നതുകൊണ്ട് BJPക്ക് വലിയ നഷ്ടമില്ല. പക്ഷേ ഇവിടെ ദേവനെ ഭയക്കേണ്ടതുണ്ട്. കാരണം ദേവന് പല BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ദേവൻ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ പറയുന്ന പോലെ, കാരണം ദേവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ, അതായത് ഈ പൈസ വരും, അതായത് കള്ളപ്പണമാണ് വരുന്നത്. അതായത് 5 കോടി രൂപ ഓരോ മണ്ഡലങ്ങളിലേക്കും 5 കോടി കള്ളപ്പണമായി വന്നു കഴിഞ്ഞാൽ അതിൽ ആകെ ചെലവഴിക്കുന്നത് 50 ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 കോടി രൂപ കള്ളപ്പണമായി വരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. 2, ഈ വരുന്ന 5 കോടിയും കള്ളപ്പണമാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പം 2 കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൽ 50 ലക്ഷം രൂപ ചെലവാക്കുകയുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ 5 കോടി വരുന്നുണ്ട്, ആ വരുന്നത് കള്ളപ്പണമാണ്, അതിലെ 50 ലക്ഷം ചെലവാക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ള 4.5 കോടി രൂപ പലരും വീതിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം BJPക്ക് ഇതിൻ്റെ ബേസിക്കായിട്ട് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കള്ളപ്പണം ധാരാളമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ദേവനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തുന്നത്. എന്നാൽ ഇത് വീതിച്ച് ഇതൊരു പാർട്ടി രീതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നമുക്കറിയാം, ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ വളർച്ച വളരെ വേഗത്തിലാണ്. കാരണം എന്തുകൊണ്ടായിരിക്കാം? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന 4.5 കോടി രൂപയ്ക്കകത്ത്, ഈ 4.5 കോടി രൂപയ്ക്കകത്ത് അവർക്ക് കിട്ടേണ്ട തുക അവർക്ക് കിട്ടും. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ, ഏകദേശം ഒരു 10-15 ദിവസം മാത്രമുള്ളപ്പോൾ കള്ളപ്പണം ചെലവഴിക്കും, ബാക്കി വീതം വയ്ക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 50 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പിന് വെറും 15 ദിവസം മാത്രമുള്ള സമയം കൊണ്ട് ചെലവഴിച്ച് തീർക്കും. അതായത് ഈ വരുന്ന 5 കോടിയിലെ 50 ലക്ഷം, ബാക്കി വരുന്ന 4.5 കോടി ഇവർ വീതിച്ചെടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം സംഘടനാപരമായി പറയുകയാണെങ്കിൽ പാർട്ടിയിൽ ചേർന്നു. അതിനപ്പുറത്തേക്ക് തനിക്ക് കേരള BJP എന്ന് പറയുന്ന BJP ഘടകം, ഇപ്പം നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ്, അതായത് ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ BJPയിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്നാണ് ദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്ന സമയം, അതായത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയം മുതൽ തന്നെ BJPക്ക് കള്ളപ്പണം മുഴുവൻ വന്നു തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അവസാന കാലമാകുമ്പോഴേക്ക് വെളുപ്പിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് BJP ആണ് എന്ന്
പല BJP പ്രവർത്തകർ യുവമോർച്ചയിൽ നിന്നടക്കം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടായ കള്ളപ്പണ ഇടപാടുകൾ ഇതെല്ലാം തെളിയിക്കുന്നത് BJP എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കേരളത്തിലേക്ക് ധാരാളമായി പണം ഒഴുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന തരത്തിൽ ഇവിടെ കേരളത്തിൽ നല്ല രീതിയിൽ പണം ഒഴുക്കുന്നുണ്ട്. ആ പണം ഒഴുക്കുന്നതെല്ലാം കള്ളപ്പണമാണ് എന്ന് ദേവൻ കൂടി സമ്മതിക്കുന്നു. ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഇവിടെ നമുക്കറിയാം BJP നേതാക്കന്മാരുടെ വളർച്ച വളരെ വേഗമായിരിക്കും. വളർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ വളർച്ചയല്ല, സാമ്പത്തികമായി അവരുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല BJPക്കാരും ഇതിനകത്തേക്ക് കയറുകയും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മണ്ഡല കമ്മിറ്റി എന്നുള്ള നിലയിലേക്കോ അവരെത്തിക്കഴിയുമ്പോഴേക്ക് അവരുടെ കൈ നിറച്ച് കാശായി, അവിടെപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ പുതിയ ഇന്നോവ കാറുകളായി, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 4.5 കോടി രൂപ വീതം വെച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇവിടെ ഈ BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കള്ളപ്പണം ഇറക്കിക്കണ്ട് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടുത്ത ഒരു വെളിപ്പെടുത്തലാണ് ദേവനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവനിപ്പോൾ TVKയുടെ പാളയത്തിലാണ്. അപ്പോൾ TVKയിലേക്ക് കയറുന്നു. ഇനിയിപ്പോൾ ദേവന്റെ ചിന്ത എന്താ? ഇനി കേരളത്തിൽ TVKയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഉദ്യമം. അത് നടപ്പിലാവുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ദേവനെ സംബന്ധിച്ചിടത്തോളം ദേവനിന് TVK പ്രയോജനമില്ല. ഒന്നാമത്തെ കാര്യം, ദേവനെ കൊണ്ട് ഒരു പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദേവനില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഒരു ചലച്ചിത്ര താരം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് അലി അക്ബർ BJP വിട്ടു, ഇനി പിന്നെ അതോടൊപ്പം തന്നെ രാജസേനൻ BJP വിട്ടു, ഭീമൻ രഘു BJPയിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം BJP വിട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളെ എല്ലാം പിടിച്ചിട്ട് BJPയിലേക്ക് ചേർക്കുന്നു. അവർ കുറച്ചാൾ കഴിയുമ്പം BJP വിട്ടിട്ട് അവരിതിലേക്ക് മാറുന്നു. ഇത് BJPയുടെ ഒരു പൊതു രീതിയാണ്. അവർ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും, ചിലർ CPMലേക്ക് പോകും, ചിലർ കോൺഗ്രസിലേക്ക് പോകും. അതൊരു പൊതു രീതിയായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദേവൻ എന്തിനാണ് BJPയിൽ പോയത്? ദേവനെ കൊണ്ട് അവിടെ ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് വിജയിച്ച് കാണിക്കാനും ദേവനെ കൊണ്ട് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം, സുരേഷ് ഗോപി ഒരു വലിയ പരാജയമാണ് നമ്മുടെ കേരളത്തിൽ. അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയാക്കി വെച്ചിട്ടുണ്ട്, പെട്രോളിയം വകുപ്പ് കേന്ദ്രമന്ത്രിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ വെളിച്ചെണ്ണയുടെ വില കൂടുന്നു. എന്തുകൊണ്ട്? അത് കേരളത്തിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണോ? അപ്പോൾ പെട്രോളിയത്തിൻ്റെ വില വെളിച്ചെണ്ണ വിലയെ ബാധിക്കില്ല എന്ന് ശക്തിയുക്തം വാദിക്കുന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ BJPയുടെ ഒരു സഹമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. സത്യമാണോ അത്? അല്ല. നമ്മുടെ കേരളത്തിൽ ഒരിടത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഇത് വെറുതെ ഒരിടത്തൊന്നും എറിഞ്ഞു കൊടുക്കുമല്ലോ. പണ്ട് പരശുരാമൻ അപ്പുറത്ത് നിന്ന് മഴ എറിഞ്ഞ പോലെ അല്ലല്ലോ. വെളിച്ചെണ്ണ എടുത്ത് കവറിനകത്ത് എറിയുമല്ലോ. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇന്ധനം അടിക്കാതെ ഒരു വണ്ടി ഓടത്തില്ല. ലോറി ഓടണമെങ്കിൽ ഡീസൽ അടിച്ചേ പറ്റൂ. അപ്പോൾ ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വെളിച്ചെണ്ണയുടെ വില വർദ്ധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ബേസിക് നോളജാണ്. അപ്പോൾ അതുപോലും ഇല്ലാതെ ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ പിന്നെ സുരേഷ് ഗോപി നടത്തുന്നത്. അപ്പം ഇത്തരത്തിലുള്ള തീർത്തും വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇവർ ഒരു രാഷ്ട്രീയക്കാരനാകുന്നത് കൊണ്ട് പൊതുജനത്തിന് കിട്ടാത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് എന്തിനാണ് വെറുതെ BJP സമയം കളയുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ദേവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പൊതുജനത്തിന് ദേവന്റെ സേവനം കിട്ടിയിട്ടില്ല, പൊതുജനത്തിന് സേവനമില്ല. എന്താണ് പൊതുപ്രവർത്തനം? പൊതുജനത്തിന് ഇടയിൽ നടത്തുന്ന പ്രവർത്തനമാണല്ലോ പൊതുപ്രവർത്തനം. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം ദേവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലും പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ദേവൻ പറഞ്ഞിട്ട് പോകുന്ന ചില കാര്യങ്ങൾ, അപ്പം ചില കാര്യങ്ങളിൽ വസ്തുത ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം പാർട്ടിക്കുള്ളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കള്ളപ്പണത്തിൻ്റെ ഇടപാടിനെ കുറിച്ച് ഇതാദ്യമായിട്ടുള്ള തിരൂർ സതീഷാണ് ആദ്യം ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതല്ല 21-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടകരയിൽ ഒഴുകിയ കള്ളപ്പണത്തി ഹവാല ഇടപാടിന് കുഴൽപ്പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അന്ന് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നീട് നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉടനെ വന്നിരുന്നിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, എന്താണ്? കള്ളപ്പണം നടക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് ചാക്കുകെട്ടുകൾ നിറയെ പണം കൊണ്ടുപോയതായി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിൽ നിറച്ച പണം കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പം ഇതെല്ലാം സത്യത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള BJPയുടെ അഴിമതി ഇടപാടുകൾ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കള്ളപ്പണം വരുന്നു എന്നുള്ള കാര്യം ഒരു കാര്യം BJPയെ സംബന്ധിച്ച്. ഇനി ദേവൻ TVK കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഇനി 2031 കൂടി ഇവിടെ കേരളത്തിൽ അധികാരം പിടിക്കുന്ന തരത്തിലേക്ക് TVK വളച്ചു കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന രീതിയിലൊക്കെ പിന്നെ TVK നേതാക്കൾ വന്നു കണ്ടു, ഇനിയിപ്പോൾ ഉടനെ അധികാരം പിടിക്കും, സീറ്റ് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദേവനെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. ദേവൻ അത്രയ്ക്കൊന്നും കാലിബറുള്ള ഒരു നേതാവേ അല്ല, അദ്ദേഹത്തെ ഒന്നും ജനനേതാവെന്ന് വിളിക്കാൻ കഴിയില്ല. പിന്നെ ഇനി എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളൂ. BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രഹസ്യങ്ങളും ഒരുപക്ഷെ ദേവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനിയും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവാം. പല കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും പലരും നടത്തിയിട്ടുള്ള അഴിമതിയെക്കുറിച്ചും ഒക്കെ ഇനിയും പലതും ഒരുപക്ഷെ ദേവന് പറയാനുണ്ടാകും. ചിലതൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ദേവൻ കൂടി ഉത്തരവാദിയായിരിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്നു.